ഹായ്, എന്തൊരു ഞാനിപ്പോൾ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ആക്ച്വലി അച്ഛൻ്റെ ബ്രദേഴ്സും ഫാമിലി എല്ലാം സെറ്റിൽ ചെയ്തേക്കുന്ന കൊല്ലത്താണ്. അച്ഛൻ്റെ മൂന്നാമത്തെ ബ്രദറാണ് സേതു കൊച്ചിൻ്റെ വീട് ഇപ്പോൾ റിനോവേറ്റ് ചെയ്ത് ഞങ്ങളിവിടെ അതിൻ്റെ ഒരു പാല് കാച്ച് സൺഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സൺഡേ വരാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വേറൊരു ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ട്, വീട് കാണാൻ ഭയങ്കര രസമുണ്ട്. എല്ലാ കാര്യങ്ങളും ഭയങ്കര രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഓരോ റൂംസ് ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഹോം ടൂർ പോകാമെന്നുള്ളത്. അപ്പോൾ ഇനി ഹോം ടൂർ വീഡിയോ ആണ്. നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ ഹോം ടൂർ ഞാനല്ല നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, കൊച്ചച്ഛൻ്റെ മോളാണ്, ദേവിയാണ്. അപ്പോൾ അവളായിരിക്കും ഈ ഒരു ഹോമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ ഫുൾ ഇരുന്ന് കാണണം കേട്ടോ. അടിപൊളി വീടാണ്. ഇതാണ് അച്ചു. എനിക്ക് ഇങ്ങനെ എടുത്ത് ശീലമില്ല കേട്ടോ. ഞാൻ ആകെ ദേവുമായിട്ട് എടുക്കണമായിരുന്നു. അല്ല, അച്ചു യഥാർത്ഥ പേര് പറയൂ. അച്ചു, എന്റെ പേര് ദേവി എന്നാണ്. ദേവി സേതു അല്ലേ? അപ്പൊ ദേവി സേതു ആണ് ദേവിന്റെ വീടിനെ പറ്റിയിട്ടുള്ള വീഡിയോനെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ തരുന്നത്. വീടിനെ പറ്റി എങ്ങനെയാണ് റിനോവേഷന്റെ കാര്യങ്ങളൊക്കെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ മൊത്തം തരുന്നത് ദേവിയാണ്. നമ്മളെല്ലാം അച്ചു എന്നാണ് വിളിക്കുന്നത്. അച്ചു ആക്ച്വലി ഇവിടെ ഇല്ല, അവള് മെഡിസിൻ ആയിട്ട് പുറത്ത് പഠിക്കുകയാണ്. എവിടെയാ പഠിക്കുന്നത്? ഡീറ്റെയിൽസ് എല്ലാം അച്ചു തന്നെ പറയും. ഞാൻ ഇപ്പൊ 4th ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നതാണ്. ഞാൻ തജിക്കിസ്ഥാനിലാണ് പഠിക്കുന്നത്, MBBS. അപ്പൊ ഞാൻ 3 മാസത്തെ വെക്കേഷന് വേണ്ടിട്ട് വന്നതാണ്. അവള് യൂഷ്വലി ഒരു ജൂൺ സമയമൊക്കെ ആകുമ്പോൾ വരും. കാരണം ആ സമയം ആകുമ്പോൾ നിങ്ങളുടെ കോഴ്സ് അല്ലേ, ഒരു സെമസ്റ്റർ അല്ല, ഒരു വർഷം മൊത്തം കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഇനി എത്ര വർഷം കൂടി ഉണ്ട്? ഇനി 2 വർഷം. ഒരു വർഷത്തെ ഫൈനൽ ഇയർ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് 1 വർഷം ഇന്റേൺഷിപ്പ്. അങ്ങനെ മെഡിസിൻ ഡോക്ടർ ആവാൻ പോവാണ്. അപ്പൊ നമുക്ക് വീടിന്റെ സകല ഡീറ്റെയിൽസ് നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. ഈ മുറ്റം യൂഷ്വലി മുന്നേ എങ്ങനെയായിരുന്നു? ഈ മുറ്റം നേരത്തെ ഇവിടെ മൊത്തം എന്താണ് പറയാ, മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം ചെളിയാവുമായിരുന്നു. എന്താണ്, ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കയറാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വെള്ളം ആയതുകൊണ്ട് അവർക്ക് പ്രോപ്പറായിട്ട് നടന്ന് കയറാനോ ഒന്നും പറ്റത്തില്ല. ഇപ്പൊ നല്ല സ്പേഷ്യസ് ആയി, നമ്മൾ ഇന്റർലോക്ക് ഒക്കെ ചെയ്തു. ഇതിന് മുന്നേ ഇന്റർലോക്ക് അല്ലായിരുന്നു, മണ്ണായിരുന്നു. ഇവിടെ ഇങ്ങനെ കുഴിഞ്ഞു കിടക്കുമായിരുന്നു, അതായത് ഇങ്ങനെ ചെളി കെട്ടി കിടക്കുമായിരുന്നു. ഇപ്പം ഫുള്ള് നമ്മൾ ഇന്റർലോക്ക് ഒക്കെ ചെയ്തു. ഒരു ഹാഫ് വരെ ഒരു ഇന്റർലോക്ക്, അവിടുന്ന് അങ്ങോട്ട് വേറെ ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ കാറ് കിടക്കുന്ന സ്ഥലത്തൊരു വലിയൊരു മുല്ലയായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ എടുത്തു. നമ്മുടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ ആ മുല്ല എടുത്തു. എന്നിട്ട് അവിടെയും കൂടെ നമ്മൾ ഇന്റർലോക്ക് ചെയ്തു. ഇപ്പൊ ആക്ച്വലി കുറച്ചുകൂടെ ഭയങ്കര വലിയ സ്പേഷ്യസ് ആയിട്ടാണ് നമ്മൾ ഇന്റർലോക്ക് ചെയ്തപ്പോഴാണ് ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ടല്ലോ നമ്മൾ അന്നേരമാണ് അറിയുന്നത്. സിറ്റ് ഔട്ട് ഒന്നും ചെയ്തിട്ടില്ല, പഴയ പോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം. ഈ സോഫയൊക്കെ നമ്മളിപ്പോൾ പുതിയതായിട്ട് ചെയ്യിപ്പിച്ചതാണ്. പണ്ട് നമുക്ക് ഇവിടെ ഒരു TV യൂണിറ്റ് ഇല്ലായിരുന്നു. നമ്മൾ അകത്ത് ഡൈനിങ് ഹാളിലായിരുന്നു നമ്മൾ TV വെച്ചിരുന്നത്. ആദ്യം നമുക്ക് ഒരു പഴയ മോഡൽ സോഫ, പഴയ മോഡൽ TV എല്ലായിരുന്നു. ഇപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ വീട് റിനോവേറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നത്. നമ്മളിപ്പോഴാണ് ഈ TV യൂണിറ്റ് ഒക്കെ ഇങ്ങനെ പണിഞ്ഞെടുത്തത്. ഇത് നമ്മൾ ലൂവർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങനൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. MCB യൂണിറ്റ് ഹൈഡ് ചെയ്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഇങ്ങനെ MCB യൂണിറ്റ് ഹൈഡ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ TV മേടിച്ചിട്ടില്ല. മേടിച്ചു കഴിയുമ്പോൾ ഇവിടാണ് TV വരുന്നത്. അത് അച്ഛനാണ്, ചേച്ചിയുടെ വല്യച്ഛൻ, ചേച്ചിയുടെ കൊച്ചച്ഛനാണ്. എൻ്റെ പേര് സേതു മാധവൻ. ഞാൻ കേരള വനം വന്യജീവി വകുപ്പിൽ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായിട്ട് കൊല്ലത്ത് ജോലി ചെയ്യുകയാണ്. കൊല്ലം വനശ്രീ ചിന്നക്കടയിലുള്ള വനശ്രീ കോംപ്ലക്സിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ വീട് ഒരു 2007 പാല് കാച്ചത്. അതിനുശേഷം പിന്നെ വലിയ മെയിൻ്റനൻസോ അങ്ങനെ ഒന്നും ചെയ്യാതെ കുറേ മോശാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇളയ കുട്ടിയും കൂടെ ആയപ്പോഴത്തേക്ക് വരയ്ക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ വളരെ മോശം അവസ്ഥയിലായിരുന്നു. ഇപ്പോഴാണ് ഒരു റിനോവേഷൻ്റെ സമയം കിട്ടിയത്. അപ്പോഴത്തേക്ക് കുറച്ചൊരു 3-4 മാസം എടുത്താണ് റിനോവേറ്റ് ചെയ്ത് ഈ രൂപത്തിലാക്കിയത്. ഞങ്ങൾക്കൊരുവിധം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് വർക്കെല്ലാം വന്നിരിക്കുന്നത്. TV യൂണിറ്റ്, അതുപോലെ വാഷ് ബേസിൻ ആ ഭാഗത്ത് വർക്കുകൾ, സ്റ്റെയർ കേസിന് കീഴിലുള്ള സ്പേസ്, അതുൾപ്പെടെ കിച്ചൺ ഉൾപ്പെടെ വർക്കുകൾ ചെയ്തത്. ഇവിടെ കൊല്ലം കൊട്ടിയത്തുള്ള സ്മാർട്ട് ഹോം ഇൻറ്റീരിയേഴ്സ് എന്ന അതിൻ്റെ പ്രൊപ്പറേറ്റർ സുജിത്ത്, അദ്ദേഹമാണിത് ചെയ്തിട്ടുള്ളത്. എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജിപ്സം വർക്ക് ചെയ്തിട്ടുള്ളത് കൊല്ലം വാളത്തുങ്കലുള്ള അനിൽകുമാർ എന്ന് പറഞ്ഞ ആളാണ്. അത് ഇപ്പം ഡ്രോയിങ് റൂമിലും അതുപോലെ തന്നെ ബെഡ്റൂമിലുമാണ് ചെയ്തിട്ടുള്ളത്. ഇത് എൻ്റെ അച്ചാച്ചനും അമ്മാമ്മയാണ്. അമ്മയുടെ അച്ഛനും അമ്മയും രണ്ടുപേരും മരിച്ചുപോയി. ആദ്യം അവരെല്ലാവരും ഒരുമിച്ച് അപ്പുറത്ത് നമ്മളെ കുടുംബത്തായിരുന്നു താമസിച്ചിരുന്നത്. ആ വീടൊപ്പം പൊളിച്ച് അമ്മയുടെ എൽഡർ ബ്രദർ ഇപ്പം പുതിയ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. സേതു നേരത്തെ പറഞ്ഞിരുന്നു ഒന്ന് വരണം,
വീടൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ വന്നത്. അപ്പം രാത്രി സമയത്താണ് എത്തിയത്. അതുകൊണ്ട് വീടിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൽ ചെയ്തിരിക്കുന്ന വർക്കുകളുടെയൊക്കെ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് കഴിഞ്ഞു. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നത് നല്ല കുറച്ച് ജോലിക്കാരെ സേതുവിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആണ് ഇത്രയും നല്ല രീതിയിൽ നിർവഹിക്കാൻ കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. 2002 നീതുവിന് സേതു കല്യാണം കഴിച്ച് വരുന്നത്. അതുകൊണ്ട് നമ്മൾ കൊല്ലത്ത് വരുമ്പോൾ നെടുമ്പന നീതുവിൻ്റെ അച്ഛനും അമ്മയും താമസിച്ച വീട്ടിൽ നിരവധി തവണ താമസിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2007 ഈ വീട് പാലുകാച്ചി താമസിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ കൊല്ലത്ത് വരുമ്പോൾ കൂടുതൽ ഇവിടെയാണ് താമസിച്ചിരിക്കുന്നത്. ഇപ്പോൾ റിനോവേറ്റ് ചെയ്ത് 2-3 ദിവസം എടുത്തു. ഇപ്പോൾ റിനോവേറ്റ് ചെയ്ത് നല്ല രീതിയിലൊക്കെ ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ചും കിച്ചൻ്റെ ഇതുണ്ടല്ലോ, മോഡുലാർ കിച്ചൺ ചെയ്തേക്കുന്നതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ അതിന് കിട്ടിയ വർക്കേഴ്സും അതിനോടനുബന്ധിച്ചെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അത് സേതുവിൻ്റെ ഐഡിയാസും അച്ചുവിൻ്റെ ഐഡിയാസും നീതുവിൻ്റെ ഐഡിയാസും മോൻ്റെ ഐഡിയാസും ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് വീട് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ലിവിംഗ് റൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ചെയ്തിരിക്കുന്ന സീലിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു അച്ചു ഇതിൻ്റെ ഒരു? ഇത് മൊത്തം അച്ഛൻ്റെ ഐഡിയ ആണ്. ഇതിന്റെ ലൈറ്റ് ആയാലും സെറ്റപ്പ് ആയാലും എല്ലാം അച്ഛൻ്റെ ഐഡിയ ആണ്. അമ്മയ്ക്കൊന്നും ഒരു താല്പര്യം ഇല്ലായിരുന്നു, ഓവറാവും എന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത്. പക്ഷെ അച്ഛനിത് അച്ഛൻ്റെ തന്നെ കാഴ്ചപ്പാടിൽ ചെയ്തു. വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയായി, കാണാൻ നല്ല രസമായി. ഇവിടെ നമ്മുടെ ബെഡ്റൂമിലുമാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒരു കളർ ആണെങ്കിലും യൂസ് ചെയ്തിരിക്കുന്ന കളർ ആണെങ്കിലും ഒരു ബ്ലെൻഡ് ചെയ്ത് പോകുന്ന കളറാണ് ആ ലിവിംഗ് റൂമിന് അല്ലേ? അച്ഛന്റെ സെലക്ഷനാണ്. ഇതാണ് നമ്മൾ ലിവിംഗ് സ്പേസ് കഴിഞ്ഞിട്ട് അകത്തോട്ട് വരുമ്പോഴത്തേക്കുള്ള ഡൈനിങ് ഏരിയ. ഇതാണ് ഇവിടെ നമ്മൾ ആദ്യം ഡൈനിങ് ടേബിൾ ഇട്ടിരുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു ഇട്ടിരുന്നത്. ഇപ്പം ഇങ്ങനെ ഇട്ടപ്പോഴാണ് ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്തത്. നേരത്തെ നമ്മൾ TV വന്നിരുന്നത് ഈ ഒരു സ്പേസിലാണ്. ഇവിടെ നമ്മൾ ഒരു TV സ്റ്റാൻഡ് പോലെ പണിഞ്ഞു. അതിപ്പം നമ്മൾ ഇട്ടിട്ടില്ല. അവിടെ ഇട്ടിട്ട് അവിടെയാണ് നമ്മുടെ പഴയ മോഡൽ സോണിയുടെ ഒരു TV ആയിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഡിവാങ്കോട്ട്, നമ്മുടെ കുഷന്, ഇതെല്ലാം നമ്മൾ അപ്ഹോൾസ്ട്രി വർക്കുകാരനെ കൊണ്ട് നമ്മളെല്ലാം പുതിയ കവർ ഇടിപ്പിച്ചു. ഇതല്ലായിരുന്നു നേരത്തെ കവർ, നമ്മളിപ്പം പുതിയതായിട്ട് കവർ ഇടിപ്പിച്ചാണ് നമ്മൾ. ഓക്കെ. ഇവിടെ നേരത്തെ മറ്റേ TV യൂണിറ്റ് ആയിരുന്നു. ഇവിടെ ഒരു TV നമ്മളിപ്പോ കാണിച്ചു തരാം. അപ്പൊ ഒരു ചെറിയൊരു TV ആയിരുന്നു. അപ്പൊ അത് മാറ്റിയിട്ടാണ് ഇപ്പൊ ഒരു ദിവാൻ കോട്ട് അല്ലേ അത് എടുത്തിട്ടത്? ദിവാൻ കോട്ട് ഇട്ടത് നമ്മൾ പഴയ ദിവാൻ കോട്ട് തന്നെ നമ്മൾ കവർ ചെയ്തെടുപ്പിച്ചു. കവർ ചെയ്തതാണ് ആക്ച്വലി. സോഫ ചെയ്ത ആള് തന്നെ നമ്മൾ പറഞ്ഞു ഇതിനും കൂടെ വേണ്ടിയുള്ള തുണി എടുത്തു തരാം, കവർ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് കവർ ചെയ്യിപ്പിച്ചത്. ഇതാണ് നമ്മുടെ വാഷ് ഏരിയ എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു. ഈ ഒരു പോർഷൻ നമ്മൾ ഫ്രിഡ്ജിന് വേണ്ടിയിട്ടായിരുന്നു കൊടുത്തിരുന്നത്. ഇവിടെ ഒരു കുഞ്ഞൊരു വാഷ് ഏരിയ, വാഷ് ബേസിൻ പോലെ വെച്ചിട്ട് സ്റ്റാൻഡുമായിട്ടാണ് അങ്ങനെ ആയിരുന്നു വെച്ചിരുന്നത്. ഇപ്പൊ നമ്മളിത് ഫുള്ളി ഇതും ആ പുള്ളിക്കാരനാണ്, സ്മാർട്ട് ഹോം കിച്ചൺ എന്ന് പറയുന്ന ആ പുള്ളിക്കാരനാണ് ഇതും ചെയ്തു തന്നത്. ഫേസ്ബുക്കിൽ ഒരു റെഫറൻസ് പിക്ചർ വെച്ചാണ് ഇത് ചെയ്തേക്കുന്നത്. താഴോട്ട് മൊത്തം പുള്ളിക്കാരൻ്റെ ഐഡിയ, മേലോട്ട് ഇങ്ങനെ 4 പ്ലൈവുഡ് പോലെ കട്ട് ചെയ്ത് കൊടുത്ത് അവിടെ സാധനം വെക്കുന്നതും എല്ലാം നമ്മളൊരു ഫേസ്ബുക്ക് റെഫറൻസ് വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലാം സ്റ്റോറേജ് ഏരിയാസ് ആണ്. നമ്മൾ യൂഷ്വലി ഈ വീടിന്റെ റിനോവേഷൻ പ്ലാൻ തുടങ്ങിയത് തന്നെ നമ്മളെ കിച്ചൺ മൊത്തം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. പിന്നാണ് കൂടുതൽ പരിപാടിയിലേക്ക് കടന്നതും ഓരോ മൂലയൊക്കെ നമ്മൾ ചെയ്തത്. പിന്നാണ് നമ്മൾ മെയിനായിട്ട് കിച്ചൺ റിനോവേറ്റ് ചെയ്തെടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ടുള്ള മോഡുലാർ കിച്ചൺ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതും അച്ഛനാ പറഞ്ഞ കണക്ക് തന്നെയുള്ള സുജിത്ത് എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് ഇതും ചെയ്തത്. ഇപ്പൊ നമ്മൾ നേരത്തെ ആയിരുന്നെങ്കിൽ ഇവിടെ 2 ഏരിയ ആയിരുന്നു. ഇത് നമ്മൾ പറയുന്ന അനുസരിച്ച് ഇതൊരു വലിയ അടുക്കള, ഇതൊരു കൊച്ചടുക്കള, അതൊരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് കാര്യം നമ്മൾ ചെയ്തിരുന്നത്. ഇവിടെ ഒരു സെൻട്രൽ പാർട്ടീഷൻ ഉണ്ട്. ഇവിടെ നമ്മളെല്ലാം സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മോഡുലാർ കിച്ചന്റെ വീഡിയോസ് കാണുമ്പോഴത്തേക്കും മുകളിലൊക്കെ നമുക്ക് കബോർഡ്സ് കാണാം, ഇങ്ങനെ താഴെ മാത്രമല്ല. ഇതിപ്പോ അയാളെ ചെയ്യാന്ന് പറഞ്ഞിട്ടും അമ്മ സമ്മതിച്ചില്ല. ഇനി അവിടെ വെക്കാൻ ആര് കയറി എന്തോ വെക്കാനാ എന്നൊക്കെ പറഞ്ഞ് അമ്മ സമ്മതിച്ചില്ല. അത് നമ്മൾ ഇവിടെ വെച്ച് നിർത്തി. ഈ ഒരു സ്പേസ് നമ്മൾ യൂഷ്വലി എയർ ഫ്രയർ വെക്കാനായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷെ ഇവിടെ ആ പ്ലഗ് കയറുന്നില്ല, കുഞ്ഞ് പ്ലഗ് ആയി പോയി. അത് കാരണം നമ്മൾ അവിടെ പ്ലേസ് ചെയ്ത് ഇതൊരു ചെറിയൊരു ക്യാബിൻ കണക്കാണ്, കൊള്ളാം. ഇവിടെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ പാൻട്രി യൂണിറ്റ്. ഇതൊക്കെ എൻ്റെ ഐഡിയ ആണ്. ഇതൊക്കെ ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാനാണ് ഇതെല്ലാം പറഞ്ഞു കൊടുത്തത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ പാൻട്രി യൂണിറ്റിൽ നമ്മൾ സ്റ്റോറേജ് കണക്ക് ചെയ്യും. അതിനകത്ത് കുഞ്ഞു ബോക്സ് മേടിച്ച് വെക്കണം. ഇനി അത് നല്ല ഭംഗിയുള്ളത് കിട്ടുമല്ലോ. അങ്ങനെ ഇവിടെ നമ്മുടെ ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പഴയ ഫ്രിഡ്ജാണ്, അത് നമ്മൾ ഇവിടെ കൊടുത്തു. നമ്മൾ ഒരു ഹോബാണ് കൊടുത്തിട്ടുള്ളത്, ചിമ്മിനിയും അതിൻ്റെ സ്റ്റൗവും വരും. ഇത് ഹാഫ്ലേയുടെ ആണ്, നമ്മൾ ലുലു മോളിൽ നിന്ന് എടുത്തയാ. അവർ തന്നെ വന്ന് ഫിറ്റ് ചെയ്യുകയും എല്ലാം. പിന്നെ നമുക്ക് 2 അടുപ്പ് വരുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റൗ ഉണ്ട്, അവിടെ
നമ്മൾ ഒരു ഗ്യാസ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്യാസ് കണക്ഷനിൽ നിന്ന് തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റായി ഗ്യാസ് പോകും, അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ അധികം പാചകമൊന്നും ചെയ്യത്തില്ല, അമ്മ വൃത്തിയാക്കണ്ടെന്ന് പറയുന്നതുകൊണ്ട് അമ്മ എല്ലാം പുറത്താണ് ചെയ്യുന്നത്. പുറത്ത് നമ്മൾ പഴയ സ്റ്റൗവിലാണ് എല്ലാം ചെയ്യുന്നത്. ഇവിടെ യൂഷ്വലി നമ്മൾ GTPT ആണ് വരുന്നത്, ഗ്ലാസ് ട്രേ പ്ലേറ്റ് ട്രേ എന്ന് പറയുന്ന സംഭവമാണ് വരുന്നത്. പക്ഷെ അത് നമ്മൾ വെച്ചിട്ടില്ല, അത് ഫ്യൂച്ചറിൽ നമ്മൾ വെക്കും. ഇവിടെ നമ്മൾ ഒരു സ്റ്റോറേജ് യൂണിറ്റ് വരുന്നുണ്ട്, എല്ലായിടത്തും നമ്മൾ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഓയിൽ പുൾ ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓയിൽ ക്യാൻസ്, ടിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ളതാണ്. പിന്നെ ഇവിടെ നമുക്കൊരു കട്ട്ലറി ട്രേ ഉണ്ട്, അത് രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കട്ട്ലറി ട്രേ ഉണ്ട്, അത് കണക്ക് ഇവിടെ നമ്മൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ നമുക്കൊരു ഓപ്പൺ സ്പേസ് ആയിരുന്നു, തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഒരു പുതിയൊരു വർക്ക് ഏരിയ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തു. നമ്മൾ ഇപ്പം ഒരു പുതിയ സ്പേസ് ആയിട്ട് ആക്കിയെടുത്തു. ഇപ്പം പണിഞ്ഞാണ്, ഗ്രില്ലൊക്കെ ഇട്ട് ചെയ്തു. അമ്മ അവിടെയാണ് ഇപ്പോൾ കുക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അവിടെ മൊത്തം അലങ്കോലമായിട്ട് എടുക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല. നമ്മൾ ഈ ഡോർ സഹിതം ബാത്റൂമിന്റെ നമ്മൾ പുതിയതാണ് ചെയ്തത്. ഇതൊക്കെ ഇവിടെ അടുത്ത് നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു പുള്ളിക്കാരനാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് തന്നെ. നമ്മൾ ടൈൽ ഉൾപ്പെടെ ഫ്ലോർ ടൈൽസും വോൾ ടൈൽസും എല്ലാം ഉൾപ്പെടെ നമ്മൾ മാറ്റി. പിന്നെ ഇതേ മോഡൽ ടൈൽ തന്നെയാണ് നമ്മൾ മേലത്തെ ബാത്റൂമിനും കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഷവർ, ഹീറ്റർ, അതിന്റെ എന്താണ് പ്ലംബിങ്ങും ഫുള്ള് കംപ്ലീറ്റ്ലി നമ്മൾ മാറ്റി. ഇതാണ് ധൻവിൻ. ഇതാണ് ധൻവിൻ. മണിക്കുട്ടനാണ് നമ്മളെല്ലാരും വിളിക്കുന്നത്. അച്ഛന്റെ ബ്രദറാണ്. പറ മണിക്കുട്ട, ഒന്നും മിണ്ടാതിരിക്കുകയാണ്. നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത പോലെ ഇത് ഞാൻ പറ, പേര് പറ. പറഞ്ഞേ പറ്റും മണിക്കുട്ട. പേര് പറ. എന്റെ പേര് ധന്വൻ. ആ, എവിടാ പഠിക്കുന്നേ? സ്കൂളിലാ? ശ്രീനാരായണ പബ്ലിക് സ്കൂൾ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? തേർഡ് സി. എന്റെ കുഞ്ഞനിയനാണിത്. ഞങ്ങൾ തമ്മിലൊരു 13 ഇയേഴ്സിന്റെ ഏജ് ഗ്യാപ്പ് ഉണ്ട്. ഒരുപാട് സമയത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് അവനെ കിട്ടുന്നത്. അമ്മയ്ക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പ്രഗ്നൻസി ആയിരുന്നു. അതൊക്കെ തരണം ചെയ്ത് പുള്ളിക്കാരനെ ഞങ്ങൾക്ക് കിട്ടി. 13 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ഞാൻ 9th വെക്കേഷന്റെ സമയത്താണ് അവനെ പ്രസവിക്കുന്ന അമ്മ. നമ്മളെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകും. അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, നേരത്തെ കണക്ക് തന്നെ. ജസ്റ്റ് ആ ബാത്റൂം മാത്രം ഞാൻ താഴെ പറഞ്ഞല്ലോ, അതേ കണക്ക് നമ്മൾ അവിടെയും ചെയ്തിട്ടുണ്ട്. അവിടത്തെയും ഫുള്ള് പ്ലംബിങ് പരിപാടി എല്ലാം മാറ്റി. അപ്പൊ അത്രേ ഉള്ളൂ അച്ചുവിന്റെ വീടിന്റെ ഹോം ടൂർ. ഈ ഹോമിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അച്ചുവും എല്ലാവരും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഹോം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമ്മളെല്ലാവരും ടാറ്റാ ബൈ ബൈ. അങ്ങനെ